ഈ യാത്ര ഇവിടെ വെച്ച് തുടങ്ങണമെന്ന് എനിക്ക് ഏറെ ആഗ്രഹമായിരുന്നു. ഇത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഒരിക്കൽ യാദൃശ്ചികമായി ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. അന്നു മുതൽ അമ്മയാണ് ഉള്ളത്. ജഗദംബിക, ലോകമാതാവ്. തീരെ ചുരുക്കം യാത്രകൾ മാത്രം ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ. മിക്കതും ഒറ്റക്കാണ്. അതാണിഷ്ടം. ഓരോ യാത്രകളും പുതിയ കാഴ്ചകളെ തേടിയാണ്. പുതിയ കാഴ്ചകൾ പരിചിതമായാൽ പിന്നീട് കഥകളെ തിരയും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അനുഭവമായി മാറും, ഓർമ്മയിൽ തന്നെ നിൽക്കും. കൊല്ലൂർ എന്നാൽ ജഗദംബയുടെ വീടാണ്, മഹാക്ഷേത്രം. നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവാലയങ്ങളിലും ഉൾപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരി രചിച്ചത് ഇവിടെ വെച്ചാണ്. ഒരു കാലത്ത് ഗോകർണം വരെ നീണ്ടു നിന്നിരുന്ന കേരളം മഞ്ചേശ്വരത്ത് വെച്ച് മുറിച്ചപ്പോഴും ഇന്നും കന്നഡ ദേശത്തെ അമ്മയെ കാണാൻ മക്കളെത്തും. ഇവിടെ ആർക്കും പട്ടിണിയില്ല. എന്നും അമ്മയെ തേടി വരുന്ന മക്കൾ. മോക്ഷാർത്ഥികൾക്ക് മോക്ഷം, വിദ്യാർത്ഥികൾക്ക് വിദ്യ, ധനാർത്ഥികൾക്ക് ധനം, എല്ലാവർക്കും അനുഗ്രഹവും ചൊരിഞ്ഞ് അമ്മ. ക്ഷേത്രങ്ങൾ എന്നാൽ ഭക്തർക്ക് എന്നതിനോളം ക്ഷേത്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ജീവനുകൾ ക്ഷേത്രത്തിനകത്തും പുറത്തും കാണാം. തികച്ചും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, അതിലൂടെ ഒഴുകുന്ന സൗവർണിക, കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം. കാലാനുസൃതമായ പുരോഗമനം ഇവിടെയും വന്നു. സ്കൂളുകൾ, വാഹന സൗകര്യങ്ങൾ, ആശുപത്രികൾ, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ. ഉൾഗ്രാമത്തിലെ ജനങ്ങൾക്ക് മൂകാംബിക ഒരു ടൗണായി മാറി.
നവരാത്രിയും രഥോത്സവവും ഇവിടെ പ്രധാന ഉത്സവങ്ങളാണ്. മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. യൂട്യൂബ്, പുസ്തകങ്ങൾ, കഥകൾ ഇതെല്ലാം എല്ലാവർക്കും തന്നെ സുപരിചിതമാണ് താനും. എങ്കിലും ഞാൻ എൻ്റെ ചെറിയ അറിവിൽ ചുരുക്കി എഴുതാം. കുടജാദ്രി മലനിരകൾ അമ്പാവനം, അതിൽ ഒഴുകുന്ന സൗവർണിക പുണ്യതീർത്ഥം, കരയിൽ ജഗദമ്പാമരുന്ന ദിവ്യക്ഷേത്രം, കോലമഹർഷി തപം ചെയ്ത ഭൂമിയിൽ സ്വയംഭൂവായൊരു മിഥുനലിംഗം, ദുർഗയായ അമ്മ അവതരിച്ചു, മുഖാസുരന് വിധിച്ചു മോക്ഷം, ശങ്കരദർശനം സൗന്ദര്യലഹരിയായി, അമ്മ വാഗിയായി, ലക്ഷ്മിയായി, കാളിയായി, ത്രിപുരസുന്ദരി വാഴുന്ന പുണ്യക്ഷേത്രം, അമ്മ കൊല്ലൂരിൽ വാഴുന്ന മൂകാംബിക. ഇതെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചതിൽ നിന്നുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. അത് നാളെ മാറാതിരിക്കാം. മൂകാംബികയെക്കുറിച്ച് പല കഥകൾ കേൾക്കുന്നുണ്ട്. കഥകൾ എപ്പോഴും കാലത്തിനും പറയുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടിനും അനുഭവങ്ങൾക്കും വിധേയമായി മാറിക്കൊണ്ടിരിക്കും. സ്കന്ദപുരാണത്തിൽ മൂകാംബികയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. പുരാണങ്ങൾ ലിഖിതവും മാറാത്തവയുമാണ്. ആ പേര് പോലെ തന്നെ പുര അഭിനവം. അവ